ഹലോ ഗായ്സ്, അപ്പോൾ ബ്ലൂസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 7 ഹൈ ഡിമാൻഡ് ഡിഗ്രി കോഴ്സുകളാണ് എന്താ പറയുക ഒന്ന് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ റിസർച്ചിങ് ആണ്. ഇത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ തീരുമാനം എടുക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇത് ആലോചിച്ചാലും ഞാൻ പറഞ്ഞാൽ ശരിയാ നിങ്ങൾക്കൊരു തോന്നൽ വരും. അതായത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ട്, അല്ലെങ്കിൽ വെറുതെ ഏതെങ്കിലും ഒരു കോഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിക്കാണ്ട് പഠിക്കണ്ടല്ലോ. ആ ഫ്യൂച്ചറിൽ സ്കോപ്പ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കോഴ്സുകളാണ് ഞാൻ പറയുന്നത്, മനസ്സിലായോ? അതിൽ ലെങ്തി ആക്കുന്നില്ല വീഡിയോ. ഒന്നാമത്തെ കോഴ്സ് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. ഇത് എഞ്ചിനീയറിംഗിലുണ്ട്, BCA-ലൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു ടോപ്പിക് ഇതാണ് ഞാൻ കാറ്റഗറിയാണ് പറഞ്ഞത്, മനസ്സിലായോ? ഇത് നമ്മൾ ഫ്യൂച്ചർ മൊത്തം ഇനി ചെയ്യാം, എന്തായിക്കോട്ടെ. ഇനിയിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, ഇപ്പം തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം, ഗൂഗിള്, ChatGPT, പിന്നെ നമ്മളെ റോബോട്ടുകള് ഒക്കെ ഉണ്ട്. ഏതൊരു സംരംഭം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അതിൻ്റെ ഒരു ടച്ച് എവിടെയെങ്കിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് പഠിച്ചു എന്ന് വിചാരിച്ചിട്ട് സ്കോപ്പില്ല, അല്ലെങ്കിൽ എവിടെയും പണിയില്ലാതെ നിൽക്കുന്നുള്ളൊരിത് വേണ്ട. എന്തെങ്കിലും ഒരു ഇതായിട്ട് പിന്നെ ഡിപ്പെൻസ് ഓൺ അവരുടെ സ്കില്ലിനനുസരിച്ചാണ് വലിയ വലിയ കമ്പനി കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് BSc നഴ്സിംഗ് ആൻഡ് ഹെൽത്ത് കെയർ മാനേജ്മെന്റ്. നമ്മളിപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വെച്ച് കണ്ട് ഒരു എന്തായാലും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള സംഭവമാണ് ഈ ഹോസ്പിറ്റലും അവിടുത്തെ ജോബുകളും, മനസ്സിലായോ? കാരണം നമ്മൾ പണ്ടത്തെ സംഭവം ഒന്നല്ല. പണ്ടത്തെ പറഞ്ഞാൽ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണ രീതികളൊക്കെ ഇപ്പോൾ മോശമാണ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡ് നമുക്ക് ഇനിയിപ്പോൾ എത്ര റോബോട്ടുകൾ കാര്യങ്ങൾ ഫ്യൂച്ചറിൽ വന്നാലും ഈ നേഴ്സുമാർക്കുള്ള പണി, പിന്നെ MLT MIT, ഈ കാർഡിയാക്ക്, ഹോസ്പിറ്റൽ ബന്ധപ്പെട്ടുള്ള എല്ലാ ജോലികളും ധൈര്യമായിട്ട് നിങ്ങൾക്ക് അതിനുള്ള കോഴ്സുകൾ ധൈര്യമായിട്ട് എടുക്കുക. അതൊക്കെ +2 കഴിഞ്ഞിട്ടുള്ളവർക്ക് കേട്ടോ. മൂന്നാമത്തെ സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിങ്. ഇത് BCA-ൻ്റെ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു സംഭവമാണ്. BCA ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് എന്താ പറയുക, ഒരു എത്തിക്കൽ ഹാക്കർ. ഇതൊന്നും നമ്മൾ രാവിലെ തന്നെ ഫോമൽ ഡ്രസ്സും ബാഗൊക്കെ തൂക്കി ഇറങ്ങുന്ന ജോബുകളല്ല ഈ സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കറൊക്കെ. അതൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യുന്നതാണ്. അവർക്കൊരു നെറ്റ്വർക്ക് ഉണ്ടാവും, അത് സെക്യൂർഡ് ആയിട്ട് വെക്കുക. അതിപ്പോൾ ഏതൊരു സംഭവമാണെന്നുണ്ടെങ്കിലും, ഏതൊരു ചെറിയ ഷോപ്പാണെന്നുണ്ടെങ്കിൽ അവർ അവരുടേതായ സെക്യൂരിറ്റി അവർ മാനേജ് ചെയ്യുന്നുണ്ടാവും, മനസ്സിലായി? ഇപ്പോൾ ഒരു CCTV ക്യാമറ വെക്കുന്ന ഒരു സെക്യൂരിറ്റി ഇതാണ് അത്. അപ്പം ഞാൻ പറഞ്ഞിട്ടെ, ഈ സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പഠിക്കുന്ന അതിൻ്റെതായ ജോബും കാര്യങ്ങളും ഉണ്ടാവും. അതൊക്കെ ഫ്യൂച്ചറിൽ എന്തായാലും ഉപകാരപ്പെടും. പഠിച്ച് വെറുതാവില്ല. അതാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് എന്താ പറയുക മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. മൂന്നാമത്തെ സൈബർ സെക്യൂരിറ്റി. അപ്പം നാലാമത്തേതാണ് BA LLB. LLB പറഞ്ഞില്ലേ, LLB എന്താ പറയുക, വക്കീല്, മനസ്സിലായില്ലേ? വാദിക്കാൻ. ഇതൊക്കെ ഞാൻ പറയട്ടെ, വെറൈറ്റി കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുപോയി ചേർക്കാൻ പറ്റുന്ന കോഴ്സുകളല്ല കേട്ടോ. ഇതൊക്കെ അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച്, ഇപ്പോൾ ഈ പറഞ്ഞ പോയിന്റിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റ് ഉണ്ടോ ആ ഒരു ഇൻട്രസ്റ്റൊക്കെ ധൈര്യമായിട്ട് കയറാം, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതിയാണ്ട് നിങ്ങൾ മീൻസ് മക്കളെ അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെ ഒന്നും പുഷ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾക്കും കൂടി ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ചേർന്നാൽ മതി. LLB ഒക്കെ ഫ്യൂച്ചറിൽ എന്തായാലും ആവശ്യമുള്ളൊരു സംഭവമാണ്. ഫ്യൂച്ചറിൽ എന്നല്ല, ഇപ്പം തന്നെ ആർക്കാ ഏത് രാജ്യത്താണ് വക്കീലും ഇതൊന്നും ഇല്ലാണ്ട് ജീവിക്കുന്നത്. ഓക്കെ. പിന്നെ അഞ്ചാമത്തെ ഡിസൈനിങ് ആൻഡ് ആനിമേഷൻ. ഇതൊരു എന്താ പറയുക ക്രിയേറ്റീവ് ഫീൽഡാണ്, എല്ലാവർക്കും അത് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സ്കില്ലുള്ളവരെ മാത്രമേ ഇതിന് ഇറങ്ങി തിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചവരൊക്കെ അത്യാവശ്യം നല്ല പൊസിഷനിൽ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളൊക്കെ സ്കില്ല് ഉണ്ടാക്കി എടുക്കേണ്ട കോഴ്സുകളാണ്. ഇപ്പോൾ ഏതൊരു കോഴ്സാണെങ്കിൽ സർട്ടിഫിക്കേഷൻ കോഴ്സാണെങ്കിൽ നഴ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അതൊക്കെ നമ്മൾ വെച്ചടിച്ചിട്ട് കയറാം. പക്ഷേ ഇതിൽ നമുക്ക് ഓൾറെഡി സ്കില്ലുള്ളവർക്കാണ് അതിൽ പ്രവേശിച്ചിട്ട് കാര്യമുള്ളൂ, ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്താ പറയുക, നിങ്ങൾക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാനും കുറേ ഉണ്ട്. ഇപ്പോൾ ഇതിൽ തന്നെ UI UX ഉണ്ട്, ഡിസൈൻ ആൻഡ് ആനിമേഷനിൽ VFX ഉണ്ട്, ഗെയിമിംഗ് ഡിസൈൻ ഉണ്ട്. ഇതിലാണ് നമ്മൾ ആപ്പ് ഡിസൈനിങ്ങും ആനിമേഷനും കാര്യങ്ങളൊക്കെ വരുന്നില്ലേ. നമ്മളിങ്ങനെ എന്താ പറയുക ആനിമി മൂവീസ് കാണില്ലേ, അതൊക്കെ ഓരോ ക്യാരക്ടർ ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ്, മനസ്സിലായോ? അപ്പോൾ അത് ഒരു നല്ലൊരു കോഴ്സാണ്. ഡിസൈനിങ്, BBA വിഷ്വൽ ആർട്സ് ഉണ്ട്. ഇതിനൊക്കെ നമ്മൾ നാട്ടിൽ ഒരു അഭിപ്രായത്തിൽ കേരളത്തിൽ പാരൻസ് ഒക്കെ പ്രത്യേകിച്ച് മലബാർ ഏരിയയിലൊക്കെ കുറച്ച് പിന്നോട്ടാണ് ഈ ഡിസൈൻ ആൻഡ് ആനിമേഷൻ കോഴ്സിലൊക്കെ. പിന്നെ ആറാമത്താണ് BBA MBA, BBA+MBA. ഇത് പറഞ്ഞാൽ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള സംഭവം ഞാൻ കാണുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലുള്ള ഈ BBA+MBA എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്പെഷ്യലൈസേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു കമ്പനിയുടെ ഡിജിറ്റൽ മാർക്കറ്ററായിട്ട് വർക്ക് ചെയ്യാം. പിന്നെ ഫിനാൻസിങ് ഉണ്ട്, HR ഉണ്ട്. HR റിക്രൂട്ട്മെന്റ് പറഞ്ഞാൽ ഒരു കമ്പനിക്ക് ഒരാൾ പണിക്ക് ഇങ്ങനെ എടുക്കുക, ഓരോ റെസ്യൂമും ഇതൊക്കെ CV എന്നൊക്കെ നോക്കിക്കൊണ്ട് പണിക്ക് എടുക്കുക, അതുള്ളൂ പണി. അതൊക്കെ ഫ്യൂച്ചറിൽ എന്നല്ല, ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ളതാ. മീൻസ് ആവശ്യമില്ല, ജോബ് സ്കോപ്പ് ഉണ്ട്, മനസ്സിലായോ?
എന്നത് മറ്റേ സ്കോപ്പില്ല എന്നല്ല, ഇതാണ് എൻ്റെ ഒരു ഇതിൽ ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ 6 ഞാൻ പറഞ്ഞു, 7ാമത്താണ് BEd ഇൻ്റഗ്രേറ്റഡ് ടീച്ചർ ട്രെയിനിങ്. ഇത് എന്താ പറയുക, നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വർക്ക് ചെയ്യുക, ഓഫ്ലൈനായിട്ട് വർക്ക് ചെയ്യുക, ടീച്ചറിൻ്റെ സംഭവം തന്നെ. അതിന് നിങ്ങൾക്ക് ഞാൻ പറയട്ടെ, ഡിഗ്രി ടീച്ചിങ് സ്കൂൾസ് ഓഫ്ലൈൻ ഞാൻ പറഞ്ഞ തന്നെ. എന്തുകൊണ്ടാണ് ഇത് ട്രെൻഡിങ് ആയത്? നമുക്ക് ഡിമാൻഡാണ് ഈ പറഞ്ഞ ട്രെയിൻഡ് ടീച്ചേഴ്സിന്. നമുക്ക് ഇഷ്ടം പോലെ ടീച്ചേഴ്സ് ഇപ്പോൾ അവിടെ ഇവിടെയൊക്കെ കിട്ടാണ്ട്, പൈസ കൊടുത്തപ്പോൾ ആർക്കും ടീച്ചറാണ്. പക്ഷെ ആ ഒരു സ്കില്ല് ഓരോരുത്തുണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്ക് എന്താ പറയുക, അതിൻ്റെതായ ലെവലിൽ നിങ്ങൾക്ക് ഇപ്പോൾ പ്രൈവറ്റ് കോളേജ് ആണെങ്കിൽ നിങ്ങൾക്ക് ഹൈ പാക്കേജ് സാലറിയിൽ നിങ്ങൾക്ക് കയറാൻ കാര്യങ്ങൾക്ക് പറ്റും. നിങ്ങൾക്ക് ഓൺലൈൻ എഡ്യൂക്കേറ്റർ ആവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എന്തെങ്കിലും ട്യൂഷൻ സെൻറ്റർ തുടങ്ങണമെങ്കിൽ അങ്ങനെ തുടങ്ങാം. പല ഉപകാരങ്ങളുണ്ട്. അപ്പം ഇങ്ങനത്തെ ഒരു 7 പോയിൻ്റാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. ഇത് ഞാൻ പിന്നെയും പറയുകയാണ്, എൻ്റെ ഒരു പേഴ്സണൽ റിസർച്ചിങ്ങിൽ ഞാൻ കണ്ട് പിടിച്ചതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് ഔട്ടർ ആയിക്കാണ്ട് കുറേ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇത് കോമൺ ആയിക്കാണ്ട് നമ്മൾ ഇപ്പോൾ ഇത് കിട്ടിയിട്ടുള്ള ജോബുമാരൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന ആൾക്കാരാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മീൻസ്, അതുപോലെ നേഴ്സുമാർ, പിന്നെ സൈബർ എത്തിക്കൽ ഹാക്കർ, വക്കീലുമാർ, ഈ പറഞ്ഞ ഡിസൈനർമാർ, പിന്നെ MBA എടുത്തു കണ്ടുള്ള HR റിക്രൂട്ടർ, പിന്നെ എൻ്റെ ടീച്ചർമാർ. ഇതൊക്കെ ഞാൻ പറയട്ടെ, ഇതിൻ്റെ ഒരു പേഴ്സണൽ സജഷനായിട്ട് നിങ്ങൾ എടുക്കണം. പിന്നെ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ഞാൻ ഇതിൻ്റെയൊക്കെ ഞാൻ പേഴ്സണൽ ആയിക്കൊണ്ട് ഓരോന്ന് എടുത്തുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇനി ഡെയിലി വീഡിയോ അപ്ലോഡിങ് എന്നുള്ള രീതിയിൽ നോക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാല്ലാ അത് നോക്കണം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഇതുപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ, ബബ്ലു ബാസ്.